നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഹെയർ മൂവ്സിനെ പറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹെയർ സ്ട്രൈറ്റനിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് ഡൗട്ട്സ് ചിലർക്കുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്ട്രൈറ്റനിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഈ അടുത്തൊന്നും അല്ല, കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസും ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പലതും 3-4 വർഷമായ പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ രീതിയിൽ അതിൻ്റെ ഒരു റിവ്യൂ കൂടി പറയാൻ പറ്റും. സോ ദാറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്ട്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഇത്രയും നാൾ യൂസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയുമ്പോൾ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. അറിയാമല്ലോ, പല പ്രോഡക്ട്സും ഇത്രയും വർഷമൊക്കെ കഴിയുമ്പോൾ ചിലതൊക്കെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും, ചിലത് അവർ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് പുതിയ വേർഷനൊക്കെ ഇറക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ പഴയ പ്രോഡക്ട്സും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഹെയർ സ്ട്രൈറ്റനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു നല്ലൊരു സ്ട്രൈറ്റ്നറാണ് അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3.5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ഈ ഒരു ഫിലിപ്സിൻ്റെ ഓക്കെ ഫിലിപ്സിൻ്റെ ഈ ഒരു സ്ട്രൈറ്റ്നറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേയും ഇതിന് ശേഷവും ഒക്കെ ഞാൻ പല ബ്രാൻഡ്സിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിലിപ്സിൻ്റെ തന്നെ വേറെ മോഡലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലും എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിലും ഒക്കെ ആയിട്ട് വേറെയും സ്ട്രൈറ്റ്നേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളതും ഇതിൻ്റെ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 3.5 വർഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് നാളായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ഇതിനൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് ഈ ഒരു സ്ട്രൈറ്റ്നർ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷം എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ പേര് വാങ്ങി, അവർക്കും വളരെ ഇഷ്ടമായ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും സിമിലർ ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സെയിം തന്നെയാണ് കേട്ടോ, എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഉള്ളത് തന്നെയാണ്. ഇത്രയും വർഷം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ബ്രാൻഡ്സ് ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഒന്ന് എന്താ പറയുക, റീലോഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രൈസ് വെച്ച് നോക്കുമ്പോഴും കുറച്ച് അഫോർഡബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വേർത്തുമാണ്. ഇനി സ്ട്രെയിറ്റ്നർ പോലെ തന്നെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഹെയർ ഡ്രയർ ബേസിക്കായിട്ട് എല്ലാവരുടെയും കയ്യിൽ വേണ്ടുന്നൊരു ഗേൾസിൻ്റെ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം വേണ്ടുന്നൊരു സംഭവം തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ്നർ അതൊരു ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നല്ല ഹാൻഡി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതാ ഇങ്ങനെ. ഇതും ഫിലിപ്സിൻ്റെ തന്നെയാണ്. ഈ സെയിം പ്രോഡക്റ്റ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഹീറ്റ് സെറ്റിങ്സ് വരുന്നുണ്ട്. 2 ഹോട്ട് എയറിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ഒരു നോർമൽ എയർ ഡ്രൈ അതിൻ്റെ ഒരു ഓപ്ഷൻ, അങ്ങനെ 3 ഡ്രൈ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. യൂഷ്വലി
ഹെയർ ഡ്രയേഴ്സിൽ എപ്പോഴും ഇങ്ങനെ ഹോട്ട് എയർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഇതിലങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഡിഫ്യൂസർ ബ്രഷും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെയർ ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു ബ്രഷാണ്. അപ്പോൾ ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതും അഗെയിൻ ഞാനൊരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ആൻഡ് ലക്ലി ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഹെയർ സ്ട്രൈറ്റനിങ്ങിന് മെയിനായിട്ടും വേണ്ടുന്ന 2 ടൂൾസ് ഇതുപോലൊരു ഡ്രയർ പിന്നെ ഒരു സ്ട്രൈറ്റ്നർ. ഓക്കെ, അത് കഴിഞ്ഞാൽ ടൂൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ഒരു ഹെൽത്തിൻ്റെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഈ ഹീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് വളരെ ഡാമേജ് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഹെയറിൻ്റെ ആ ഒരു ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ റെഗുലറായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. വല്ലപ്പോഴുമൊക്കെ അല്ലെങ്കിൽ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ അതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതുപോലുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ സിറം, സ്പ്രേ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്താൽ, ഹെയറിൽ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹീറ്റ് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇത്തരം ഡാമേജ് ഒക്കെ കുറയ്ക്കാം എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അത് വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അല്ലെങ്കിൽ സിറം അങ്ങനെയുള്ള പ്രോഡക്ട്സിൽ എനിക്ക് ഇഷ്ടമായത് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പ്രൊമോഷൻ അല്ലാണ്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴും. അതെ, ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നൊരു 4 വർഷമെങ്കിലും 4-5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇതിപ്പോൾ എത്രാമത്തെ ബോട്ടിലാണെന്നൊന്നും ഒരു പിടിയില്ല. ഓക്കെ, ഇത് സിറമാണ്. അപ്പോൾ ഒരു സിറം എന്ന രീതിയിലും നമുക്ക് ആ ഒരു ഫ്രിസൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് സിറം ചോദിച്ചാലും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റ് ചോദിച്ചാലും ഞാൻ ഇത് തന്നെയായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് എൻ്റെ കയ്യിൽ ബി ബ്ലണ്ടിൻ്റെ ഈ ഒരു സ്പ്രേ ഉണ്ട്. ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. അതുപോലെ ബെയർ അനാറ്റമിയുടെ ഒരു സ്പ്രേ ഉണ്ട്. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടുമില്ല കേട്ടോ. ബി ബ്ലണ്ടിൻ്റെ പിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം, ഞാനെപ്പോഴും ഏതൊക്കെ പ്രോഡക്റ്റ് വാങ്ങിയാലും വീണ്ടും പോകുന്നത് ഇതിലേക്ക് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഹെയർ എപ്പോഴും നമ്മൾ ഷാംപൂ വാഷൊക്കെ ചെയ്ത് നല്ല കണ്ടീഷണറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമേ സ്റ്റൈൽ ചെയ്യാവൂ. എന്നാൽ മാത്രമേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടേത് ഭയങ്കര ഓയിലി സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രൈ ഷാംപൂ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇതുപോലെ അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഡവിൻ്റെ ഈ ഒരു ഡ്രൈ ഷാംപൂ ഉണ്ട്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ നാട്ടിൽ കിട്ടുന്നതിൽ വിഷ് കെയറിൻ്റെ നല്ലതാണ്. ഭയങ്കര ഹാൻഡി ആയിട്ടൊരു ചെറിയൊരു ബോട്ടിൽ വരുന്നുണ്ട്. അതിനൊരു ആപ്ലിക്കേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. വേറെ ഉണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ഡ്രൈ ഷാംപൂ, ഓക്കെ, അത്രേ വേണ്ടൂ. ഇതും ഞാൻ റെഗുലറായിട്ടൊന്നും പറയില്ല കേട്ടോ. ഡ്രൈ ഷാംപൂ ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. എനിക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചൊരു മൂസ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഈ ഇടയ്ക്കാണ് ഞാൻ വാങ്ങിയത്, യൂസ് ചെയ്ത് തുടങ്ങിയത്. ഒരു 2-3 തവണയൊക്കെ ഞാൻ യൂസ് ചെയ്തോളൂ. പക്ഷെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു ഹെയറിനൊരു പ്രത്യേക വോളിയം ഒക്കെ തരുന്നുണ്ട് സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടും
അല്ലാണ്ടും ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. വെല്ല പ്രൊഫഷണൽസിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.